ഹലോ ചേട്ടാ, അവനെ വിളിച്ചിട്ട് എന്താ ഫോൺ എടുക്കാത്തെ? എന്നെ തേക്കാനുള്ള പരിപാടിയാണെങ്കിൽ ഞാൻ ശരിക്കും സൂയിസൈഡ് ചെയ്യും. കുറെ ദിവസമായിട്ട് ഞാൻ അവനെ വിളിക്കാം, ഇതുവരെ ഫോൺ എടുക്കുന്നില്ല. എന്റെ പൊന്നു മോളെ, അവിവേകം ഒന്നും കാണിക്കല്ലേ. അവൻ തിരക്കായിരിക്കും. കുറച്ച് മോളെ അങ്ങോട്ട് വിളിക്കും. എന്ത് തിരക്കാ? എനിക്കറിയാം അവനൊരു തിരക്കും ഇല്ലെന്ന്. എല്ലാ ദിവസവും 23 മണിക്കൂർ അവൻ എന്നെ കോൾ ചെയ്യുന്നതാ. ഇപ്പൊ അവൻ എന്നെ കോൾ ചെയ്യാറേ ഇല്ല. എനിക്ക് നല്ല ഡിപ്രഷൻ ആവുന്നുണ്ട്. ഞാൻ ശരിക്കും സൂയിസൈഡ് ചെയ്യും. അവന്റെ പേര് മാത്രമല്ല, ഞാൻ വിഷ്ണു ചേട്ടന്റെ പേര് എഴുതി വെച്ചിട്ടേ സൂയിസൈഡ് ചെയ്യത്തുള്ളൂ. അയ്യോ, അതിന് എന്റെ പേര് എഴുതി വെക്കുന്നേ? ഹലോ ഹലോ മോളെ, ഹലോ. എന്തോടെ അളിയ, എൻ്റെ ഒരു കസിൻ ചെറുക്കനുണ്ട്. അവന്റെ ലൈനായി ഇവള്. അവനാണ് ഇവളെ തേച്ചെന്ന് തോന്നുന്നു. ഇവളാണ് ആത്മഹത്യ എന്നും പറഞ്ഞ് എന്നെ പേടിപ്പിക്കുമോ? എന്റെ പേര് എഴുതി വെച്ചിട്ട് ആത്മഹത്യ ഒന്നും ഇപ്പൊ പറയുന്നു. സ്വന്തം പേര് എഴുതാൻ അറിയാത്ത നിന്റെ പേര് എത്ര അവൾ എഴുതി വെക്കുന്നത്? വിളിക്കുന്നു. ഇങ്ങോട്ട് ഞാൻ സംസാരിക്കും. ഹലോ മോളെ, വിഷ്ണുചേട്ടനല്ല, വിഷ്ണുചേട്ടൻ്റെ കൂട്ടുകാരനാണ്. മോളെ കൊണദോഷിക്കുവാന്ന് തോന്നരുത്. ഈ ആത്മഹത്യ എന്ന് പറഞ്ഞ ഒരുമാതിരി മുണഞ്ഞ പരിപാടിയാണ്. ഒരു ചെറുക്കൻ പോയ പോട്ടെ, ഇവിടെ വേറെ ചെറുക്കന്മാരില്ലേ? ചേട്ടന്റെ പേരെന്താ? ജോക്കുട്ടൻ. മോളെ, ഡിപ്രഷനെ കുറിച്ച് ചേട്ടൻ ചെറിയൊരു മോട്ടിവേഷൻ ക്ലാസ് വന്നാൽ തെറ്റിദ്ധരിക്കത്തില്ലല്ലോ. മോളെ, ഈ കുന്തം വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്നറിയോ? ഈ ഫാനൊക്കെ കണ്ടെങ്കിൽ നമുക്ക് കയറി തൂങ്ങാൻ തോന്നും. പാലം കണ്ടെങ്കിൽ നമുക്ക് എടുത്ത് ചാടാൻ തോന്നും. അങ്ങനെ ചാടിപ്പോയി ആർക്ക് പോയി? നമുക്ക് പോയി. ചേട്ടൻ്റെ മോട്ടിവേഷൻ മോക്ക് ചെറുതായിട്ട് ഏൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കുറേശ്ശെ. അളിയ, നിന്റെ മോട്ടിവേഷൻ അങ്ങ് ഏറ്റല്ലോ. അവളാണ് ഒരുത്തിനോട് ഭയങ്കര ഫോൺ ചെയ്ത്. ഒരു വെറുത്തനല്ല. ഇവിടുന്ന് എന്നെ വിളിക്കുന്നു. എന്നിട്ട് ഫോൺ ചാർജ് ഇല്ല. ഹലോ വിഷ്ണു ചേട്ടാ, ജോക്കുട്ടൻ ചേട്ടനെ ഞാൻ കുറെ വിളിച്ചു. ചേട്ടൻ ഫോൺ എടുക്കുന്നില്ല. എനിക്ക് പറ്റുന്നില്ല. ഞാൻ ശരിക്കും ആത്മഹത്യ ചെയ്യും. എനിക്ക് ഡിപ്രഷൻ ആവുന്നുണ്ട്. അങ്ങേരവിടെ ഉണ്ടെങ്കിൽ പറഞ്ഞേക്ക്. എന്റെ മരണത്തിന് ഉത്തരവാദി അങ്ങേരാണെന്ന്. ഞാൻ പറഞ്ഞേക്കാം. എടാ നാറി, കിളി പോലത്തെ ഒരു പെണ്ണിനെ കിട്ടിയിട്ട് നീ തേച്ചല്ലേ അവളെ? അയ്യോ, കിളി പോലത്തെ പെണ്ണല്ല, കിളി പോയ പെണ്ണ്. അവള് ടോണിക്കാടാ. ടോണിക്കോ? എടാ, ഈ ഭയങ്കര കുഴപ്പം പിടിച്ച ആൾക്കാരെ പറയത്തില്ലേ? എടേ, അത് ടോക്സിക്. എടാ, സ്പോക്കൺ ഇംഗ്ലീഷിന് പോയതിന്റെ അഹമ്മദിയൊക്കെ എനിക്ക് മനസ്സിലാവും. എനിക്ക് കാര്യം മനസ്സിലായല്ലേ? അതെന്തായാലും ആട്ടെ, നീ ഇപ്പോൾ അവളെ തേക്കാൻ കാര്യം എന്ത്? ഈ മുരമുരാന്ന് ശബ്ദമുള്ള എന്നെ കൊണ്ട് അവള് പാട്ടൊക്കെ പാടിക്കൂടാ. ആത്തി, ചന്ദനക്കട്ടെ, ഇങ്ങനത്തെ പാട്ടുകളാണ് പാടാൻ പറയുന്നത്. ചുമ്മാല്ല ചെറുക്കൻ ടോണിക്കെന്നൊക്കെ പറയുന്നത്. തൊണ്ടപോയി കിടക്കുമല്ലേ? എന്റെ പൊന്നളിയ, ഞങ്ങളുടെ അമ്പലത്തിലെ ഉത്സവം, മൂവാറ്റുപുഴ ഏഞ്ചൽ വോയ്സിന്റെ ഗാനമേള. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എല്ലാവരും പോയിട്ട് ഇവൾ എന്നെ വിട്ടില്ല. ചേട്ടൻ വീട്ടിൽ നിന്ന് പാടിയാൽ മതി എന്ന് പറഞ്ഞു. അവസാനം അമ്പലത്തിലെ പരിപാടി 10 മണിയായപ്പോൾ പോലീസുകാർ വന്ന് നിർത്തിച്ചു. ഇത് മൈക്ക് സാക്ഷ്യം പോലും ഇല്ലാതെ വെളുപ്പിനെ 3 മണി വരെ ഞാൻ ടെറസിന്റെ മുകളിൽ നിന്ന് പാടിക്കൊടുക്കുമോ ഇവക്ക്. പത്രക്കാരൻ 7 മണിക്ക് വന്ന് ബെല്ലടിക്കുമ്പോൾ ഞാൻ മുകളിൽ നിന്ന് ചെയിൻ സോങ് അടിക്കുന്നു. എന്റെ ദൈവമേ, നിന്റെ കസിൻ പയ്യൻ അവളുടെ അടുത്തുനിന്ന് ഉയരും കൊണ്ട് രക്ഷപ്പെട്ടാടാ. നീ ഇനി ഒരു കാരണവശാലും അവർ തമ്മിൽ കണക്ട് ചെയ്ത് കൊടുക്കല്ലേ. ക്രൂരതയാണത്.